A warm welcome to Disha Academy. മറ്റൊരു പുതിയ ദിവസം, മറ്റൊരു പുതിയ ടോപ്പിക്. വീണ്ടും ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. Once again, welcome to Know the Root, Know the Word series. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാണും. ഇന്നത്തെ ക്ലാസ് റൂട്ട് വേർഡ്സിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ഭയങ്കര ഉഷാറോടുകൂടി CGL എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് പഠിച്ചൊരുങ്ങുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം വൊക്കാബുലറി കാര്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി അവർക്കൊരു ബൂസ്റ്റ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ ഒരു GD ലെവലിലോ അല്ലെങ്കിൽ MTS ലെവലിലോ അല്ല പഠിക്കേണ്ടത്, മറിച്ച് വി ആർ പ്രിപ്പയറിംഗ് ഫോർ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. നമ്മൾ CGL ആസ്പിരൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായി, കുറച്ചും കൂടി എന്താ പറയുക, കോംപ്രഹെൻസീവ് ആയിട്ട് ഈ പറഞ്ഞ വാക്കുകളും പദങ്ങളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ റൂട്ട് വേർഡ്സിനെ കുറിച്ചുള്ള അല്ലെ മൂലപദങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, CGL എക്സാമിൽ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. അപ്പൊ അവിടെ നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുക കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് ഇൻ tier 2? How many questions in tier 2? 45 questions. ഓക്കെ, അപ്പം സമയം തീരെ കളയാനില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ റൂട്ട് വേർഡ്. ഇപ്പൊ ഈ വീഡിയോ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ പുരോഗമിക്കും, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ റൂട്ട് വേർഡിൽ നിന്ന് എങ്ങനെ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാം, എങ്ങനെ വാക്കുകളെ യോജിപ്പിക്കാം, ഏകദേശം ഒരു ധാരണ കിട്ടും. ഒന്നാമത്തെ റൂട്ട് വേർഡിലേക്ക് നമുക്ക് പോകാം. അമി എന്നാണ് കേട്ടോ. അമി എന്ന് തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് വാക്കുകൾ ഇപ്പം മനസ്സിലേക്ക് വരുന്നുണ്ട്. അമി എന്ന പ്രിഫിക്സ്, യഥാർത്ഥത്തിൽ അമി എന്ന വാക്ക് വരുന്നത് അമാരെ എന്ന ലാറ്റിൻ, ഹമാരെ എന്ന് പറഞ്ഞ ഹിന്ദി അല്ല, അമാരെ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ടു ലവ് എന്നാണ്, സ്നേഹിക്കുക എന്നാണ്. അതിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ലാറ്റിൻ പദമാണ് അമിക്യൂസ്. ലാറ്റിനിൽ കൂസ് എന്നാണ് വായിക്കുന്നത്, ഇംഗ്ലീഷിൽ അമിക്കസ് എന്ന് പറയും. അമിക്യൂസ്, അതിന്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്. അപ്പൊ ഈ അമി എന്ന വാക്ക് ബേസിക്കലി ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അമിക്യൂസ്, അമാരെ മീൻസ് ടു ലവ് എന്നാണ്, ഇത് ഫ്രണ്ട് എന്നാണ് അർത്ഥം. അപ്പം അമി എന്ന് തുടങ്ങുന്ന ഒരു വാക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു വാക്കിൽ ഇത് ഭാഗമായിട്ടുണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും? ഒരു സെൻസ് ഓഫ് ലവ് അല്ലെ അഫെക്ഷൻ, ഫ്രണ്ട്ലിനെസ് അല്ലെ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അമിയിൽ തുടങ്ങുന്ന ഒരു വാക്കാണെങ്കിൽ അതൊരു പക്ഷെ സ്നേഹവുമായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുക, ഊഷ്മളവുമായിട്ടുള്ള ബന്ധവുമായിട്ട്, ചങ്ങാത്തവുമായിട്ട്, അങ്ങനെയൊക്കെ അർത്ഥതലങ്ങൾ വരുന്ന ഒരു വാക്കായിരിക്കും. ഓക്കെ, ഏതൊക്കെ വേർഡ്സ് ആണ്? ചിലതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് നോക്കാം. അമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Amity means a friendly and peaceful relationship between people or groups. It shows a feeling of trust and no conflict. ആൾക്കാർ തമ്മിലും സംഘങ്ങളും തമ്മിലുള്ള സമാധാനപരമായിട്ടുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ചങ്ങാത്തത്തെയാണ് എന്ത് വിളിക്കുന്നത്? അമിറ്റി എന്ന് വിളിക്കുന്നത്. അമിറ്റിയുടെ അർത്ഥം എന്താണ്? ഐക്യം എന്നാണ്. ഐക്യം അല്ലെങ്കിൽ യോജിപ്പ്. മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ സൗഹാർദ്ദം എന്നൊക്കെയാണ് കേട്ടോ. സൗഹാർദ്ദം, ഇതൊക്കെയാണ്. പീസ്ഫുൾ റിലേഷൻ, ഇറ്റ് ഷോസ് എ ഫീലിംഗ് ഓഫ് ട്രസ്റ്റ്, ഒരു വിശ്വാസ്യത, പരസ്പരമുള്ള ഒരു വിശ്വാസ്യത. എന്താണ്? നോ കോൺഫ്ലിക്റ്റ് ആണ്. പരസ്പരം കലഹമൊന്നുമില്ലാത്ത, പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഐക്യത്തെയാണ് എന്ത് പറയുന്നത്? അമിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ലെ. നമ്മളൊരു വേർജ് ഓഫ് വാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്രയും പെട്ടെന്ന് അമിറ്റി സംജാതമാകട്ടെ നമുക്ക് ഹോപ്പ് ചെയ്യാം. There was amity between the two neighboring countries after the peace treaty. സമാധാന ഉടമ്പടിക്ക് ശേഷം അവിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ എന്തുണ്ടായി? അമിറ്റി ഉണ്ടായി, നല്ലൊരു
സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധമുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. അമിറ്റി, ഇതുണ്ടോ, അമി എന്നാണ് തുടങ്ങുന്നത്, ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, യെസ്. അടുത്ത വേർഡ് amiable. amiable 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 എന്താണ്? amiable ഒരു adjective ആണ്. amiable describes someone who is kind, warm and easy to talk to. It is used for people who make others feel comfortable. അമ്യബിളിന്റെ അർത്ഥം വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ വാം ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാളോട് കമ്പനി ആകാൻ കഴിയുന്ന ആൾക്കാരില്ലേ, അവരെയാണ് അമ്യബിൾ എന്ന് പറയാ. സൗമ്യമായ എന്നാണ് അതിന്റെ അർത്ഥം. സൗമ്യമായ, അല്ലെ, സൗഹാർദ്ദപരമായ, സൗമ്യമായ എന്നാണ് അമ്യബിൾ. അമിക്കബിൾ എന്നും പറയും കേട്ടോ. അമിക്കബിൾ എന്നും പറയും. അമിക്കബിൾ. ഓക്കെ, സൗമ്യമായ. നമ്മളൊക്കെ ഈ ചില ആൾക്കാരോട് കൂട്ടുകൂടാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ് അല്ലേ, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ജീവിതത്തെ സംബന്ധിച്ച്, അല്ലെ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. നമ്മൾ ഈ സ്കൂളിലും എന്താണ് പറയുക, കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എല്ലാവരുടെയും കൂടെ അങ്ങ് പോയിരിക്കുവോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് അമ്യബിൾ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരോടത്ത് മാത്രമല്ല നമ്മൾ കൂടെ ഇരിക്കത്തുള്ളൂ. അവരൊരു ദിവസം ആബ്സെന്റ് ആയാൽ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കില്ലേ ആ ദിവസം? അത് എന്തുകൊണ്ടാ? അവര് ഭയങ്കര അമ്യബിൾ ആയതുകൊണ്ടാണ്. അവര് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അവരെ നമുക്ക് ഭയങ്കര കാര്യമായിട്ടല്ലേ, ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നത്, അല്ലെ? അമ്യബിൾ. ഷീ ഈസ് നോൺ ഫോർ ഹർ അമ്യബിൾ നേച്ചർ. അവൾ ഭയങ്കര എന്താണ് പറയാ, അമ്യബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്താ? ഷീ ഓൾവേസ് ഗ്രീറ്റ്സ് എവരിവൺ വിത്ത് എ സ്മൈൽ. കാണുന്നതല്ലേ, പരിചയപ്പെടുന്നത് ആരുമായിട്ടാണോ അവർക്ക് എപ്പോഴും അവൾ എന്ത് കൊടുക്കും? ഒരു സൗമ്യമായിട്ടുള്ള, അമ്യബിൾ ആയിട്ടുള്ള ഒരു പുഞ്ചിരി അങ്ങ് നൽകും. അതുകൊണ്ട് അവളുടെ സ്വഭാവം എന്താന്ന് പറയുന്നത്? അമിക്കബിൾ അല്ലെങ്കിൽ അമ്യബിൾ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് amicide. amicide amicide. ഈ സൈഡ് എന്ന സഫിക്സിന്റെ അർത്ഥം നമുക്കറിയാം. സൈഡ് എന്ന് പറഞ്ഞാൽ അത് ടു കിൽ എന്നാണ്. ടു കിൽ. അപ്പൊ എന്തായിരിക്കും amicide? amicide means killing a friend. It is a rare word used in serious or dramatic situations where someone hurts a close companion. അതായത് നമ്മൾ ഒരു സുഹൃത്തിനെ വേദനിപ്പിക്കാന്നിരിക്കട്ടെ, ഒരു സുഹൃത്തിനെ കൊല്ലുവാന്നിരിക്കട്ടെ, ആ പ്രവൃത്തിയാണ് എന്ത് പറയാ? അമിസൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അമിസൈഡ്, ടു കിൽ എന്നാണ്. ഇപ്പൊ സൈഡിൽ അവസാനിക്കുന്ന വേർഡാണോ അത് കൊലപാതകവുമായിട്ട്, അല്ലെ മർഡർ, അല്ലെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം അമിസൈഡിന്റെ അർത്ഥം ദ ആക്ട് ഓഫ് കില്ലിങ് വൺസ് ഫ്രണ്ട് എന്നാണ് കേട്ടോ. ഒരാളുടെ ഫ്രണ്ടിനെ വൺസ് ഫ്രണ്ട്, സുഹൃത്തിനെ കൊല്ലുന്ന പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്? അമിസൈഡ് എന്ന് പറയുന്നത്. നോവൽ ടെൽസ് ദ സ്റ്റോറി ഓഫ് അമിസൈഡ് കോസ്ഡ് ബൈ ബിട്രയൽ. ചതി കൊണ്ട് കൂട്ടുകാരനെ കൊന്ന ഒരു കഥയാണ് ആ നോവൽ പറയുന്നത്. സ്റ്റോറി ഓഫ് അമിസൈഡ്, കൂട്ടുകാരനെ കൊന്ന കഥ, ചതിയാൽ. ഓക്കെ, യെസ്. അടുത്ത വേർഡ് യെസ്. അപ്പൊ ഇതൊക്കെയാണ് അമിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഈ അമി ഓർത്തിരിക്കാൻ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അമി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ നിന്ന് വരുന്ന ഇപ്പൊ ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒരു ഫിലിം ഇല്ലേ, അഡിയോസ് അമീഗോ. ഇത് 2024 ഒരു ഫിലിം അല്ല, ഫിലിമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, മാസിഫ് അലി ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് അഡിയോസ് അമീഗോ. അഡിയോസ് അമീഗോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ഗുഡ് ബൈ ഫ്രണ്ട് എന്നാണ് കേട്ടോ. ഗുഡ് ബൈ ഫ്രണ്ട്. അഡിയോസ് ഗുഡ് ബൈ, അമീഗോ ഫ്രണ്ട്. അതെന്താണ്? അതൊരു സ്പാനിഷ് ഫ്രേസ് ആണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ പൊളിറ്റിക്സിന്റെ ക്ലാസ്സിലൊക്കെ, പൊളിറ്റിയുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടൊരു പദമാണ് എന്ത്? അമിക്കസ്
അമിക്കസ് ക്യൂരി എന്ന പദം. ഇത് കേട്ടിട്ടില്ലേ? അമിക്കസ് ക്യൂരി. എന്താണ് അമിക്കസ് ക്യൂരിന്റെ? ഇത് ലാറ്റിനിൽ നിന്ന് വരുന്ന പദമാണ്. അമിക്കസ് ക്യൂരി ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്നാണ് കേട്ടോ. ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അമിക്കസ് എന്ന് പറഞ്ഞ ഫ്രണ്ട്, ക്യൂരിയെ എന്നാണ് ലാറ്റിനിൽ വായിക്കുക. ഇംഗ്ലീഷിൽ ക്യൂരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ക്യൂരിയെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. എന്താണ് അമിക്കസ് ക്യൂരി എന്ന വാക്കിന്റെ അർത്ഥം? അതായത് കോടതിയുടെ മുമ്പിൽ ഒരു കേസ് എത്തുകയാണ്. ആ കേസിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നൽകാൻ ആ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഒരാളെ കോടതി നിയമിക്കും. അയാളിൽ നിന്ന് ഇൻഫർമേഷൻ കോടതി ആ കേസിനെ പറ്റി സ്വീകരിക്കും. അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രണ്ട് ഓഫ് ദ കോർട്ട് അല്ലെങ്കിൽ അമിക്കസ് ക്യൂരി എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ ചെറിയ ക്ലാസ്സിലൊക്കെ. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. അമി എന്ന വാക്കുകൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ടിപ്സ് ആയിട്ട് വെച്ചാൽ മതി. യെസ്, അടുത്ത റൂട്ട് വേർഡ് ആർക്ക്. ആർക്ക്. ഈ ആർക്ക് എന്ന പദം വരുന്നത് ആർക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആർക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? റൂളർ, ലീഡർ അല്ലെങ്കിൽ ചീഫ് എന്നൊക്കെയാണ് എന്ത് ഈ ആർക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ അതിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ ആർക്ക് ഭാഗമായിട്ടുള്ള വാക്കുകൾ എപ്പോഴും റൂളുമായിട്ട് അല്ലെ ഭരണം അല്ലെങ്കിൽ എന്താണ് പറയുക ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഭരണാധിപന്മാരും ഭരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ് ഈ ആർക്ക് ഉൾപ്പെട്ട ടേംസ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇറ്റ് കംസ് ഫ്രോം ദ ഗ്രീക്ക് വേർഡ് ആർക്കോസ് വിച്ച് മീൻസ് റൂളർ, ലീഡർ ഓർ ചീഫ്. അപ്പം ഇത് ഭാഗമായിട്ടുള്ള ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. യെസ്, മൊണാർക്കി. മൊണാർക്കി. മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ എന്നാണ്. പിന്നെ ആർക്കി എന്ന് പറഞ്ഞാൽ റൂൾ ആണല്ലോ. യെസ്, മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൊണാർക്കി ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് വെർ വൺ പേഴ്സൺ, യൂഷ്വലി എ കിങ് ഓർ ക്വീൻ, റൂൾസ് ദ കൺട്രി. അതായത് ഒരു വ്യക്തി മാത്രം ഭരണം നടത്തുന്ന ആ സംവിധാനത്തെയാണ് മൊണാർക്കി എന്ന് പറയുക. അത് എപ്പോഴും ആരായിരിക്കും? ഒരു രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ ആയിരിക്കും. രാജവാഴ്ച എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. രാജവാഴ്ച അല്ലെ രാജാധികാരം അങ്ങനെയൊക്കെ പറയാം കേട്ടോ. എ monarchy is a form of government where one person, usually a king or queen, rules the country. The United Kingdom is a country that still has a monarchy. അല്ലെ UK-യിൽ ഇപ്പോഴും എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ട്. ആരാണ് അവിടുത്തെ മൊണാർക്ക്? ആസ് ഓഫ് 2025 ചാൾസ് തേർഡ് ആണ് അല്ലെ. ചാൾസ് തേർഡ് ആണ്, അദ്ദേഹമാണ് അല്ലെ അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്ന് പറയുന്നത്. രാജാവിന്റെ ഒരു അധികാരമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ പവർ ഇപ്പോഴും പാർലമെന്റിന് തന്നെയാണ്. ഒരു സെറിമോണിയൽ സ്റ്റാറ്റസ് മാത്രമാണ് എന്ത് ഈ മൊണാർക്കിന് എവിടെയുള്ളത്. ബട്ട് സ്റ്റിൽ UK-നെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജാവ് ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തെ അല്ലെ രാജ്ഞി ഭരിക്കുന്ന സിസ്റ്റത്തെയാണ് രാജവാഴ്ച എന്ന് പറയും. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് പേട്രിയാർക്കി? പേട്രിയാർക്കി, പേട്രിയാർക്കി റൂട്ട് വേർഡ്സ് പരിശോധിക്കുമ്പോൾ പാറ്റർ എന്ന പദം, അതിൽ നിന്നാണ് പാട്രി എന്ന പദം വരുന്നത്. പാറ്ററിന് അർത്ഥം ഫാദർ എന്നാണ്. ഫാദർ എന്നാണ്. ആർക്കി അറിയാലോ, റൂൾ ആണ്. റൂൾ ഓഫ് ഫാദർ കുറച്ചും കൂടി വ്യക്തതയോടെ നോക്കുകയാണെങ്കിൽ എ സോഷ്യൽ സിസ്റ്റം where men hold the main power, especially in the family or government. അതായത് കുടുംബത്തിലോ അല്ലെങ്കിൽ ചെറിയ സാമൂഹിക സാഹചര്യങ്ങളിലോ ആണുങ്ങൾ അധികാരം കയ്യേറുന്നതാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? പേട്രിയാർക്കി എന്ന് വിളിക്കാം. അധികാരം ആണിന്റെ കയ്യിലാണെങ്കിൽ അത്തരം സിസ്റ്റം അല്ലെ ഫോംസ് ഓഫ് ഗവൺമെന്റിനെ എന്ത് വിളിക്കും? പേട്രിയാർക്കി എന്നാണ് വിളിക്കുക. റൂൾ ഓഫ് ഫാദർ. ഉദാഹരണം പിന്നെ പേട്രിയാർക്കി,
ഫാദേഴ്സ് യൂഷ്വലി മേക്ക് ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. ഇപ്പോൾ ഒരു പേട്രിയാർക്കി ഭരണമാണ്, ഇപ്പോൾ ഒരു കുടുംബത്തില് പേട്രിയാർക്കി ഭരണമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അവിടുത്തെ തീരുമാനം മുഴുവൻ ആ കുടുംബത്തെ സംബന്ധിച്ച A to Z കാര്യങ്ങളിൽ ഫൈനൽ വേർഡ് അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കുന്നത് അവിടെ അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനോ അല്ലെ മുത്തച്ഛനോ ഏതെങ്കിലും ഒരു മെയിൽ ഫിഗർ ആണെങ്കിൽ അത്തരം ഒരു സിസ്റ്റത്തെ, അതിപ്പം ചെറിയൊരു ഭരണ സിസ്റ്റം ആയാൽ പോലും എന്ത് വിളിക്കാം? പേട്രിയാർക്കി എന്ന് വിളിക്കാം. ബൈ ദ വേ, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ്? പേട്രിയാർക്കി ആണോ അതോ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെയ്ട്രിയാർക്കി ആണോ? എന്തായിരിക്കും മെയ്ട്രിയാർക്കി? മെയ്ട്രിയാർക്കി മെയ്ട്രിയാർക്കി പേട്രിയാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത്? മെയ്ട്രിയാർക്കി. ഇത് വരുന്നത് മെയ്റ്റർ എന്ന് പറഞ്ഞാൽ മദർ എന്നാണ്. മദർ, മെയ്റ്റർ. ആർക്കി എന്ന് പറഞ്ഞാൽ അറിയാലോ, റൂൾ. റൂൾ ഓഫ് മദർ അല്ലെങ്കിൽ അമ്മയുടെ ഭരണം, അല്ലെ സ്ത്രീകളുടെ ഭരണം. എ സിസ്റ്റം, നേരത്തെ പേട്രിയാർക്കിൽ നിന്ന് വിപരീതമായിട്ട് women, especially mothers, have most authority and lead family or society. ഒരു സൊസൈറ്റിയെയോ ഫാമിലിയെയോ സ്ത്രീ നയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ സ്ത്രീകൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? മെയ്ട്രിയാർക്കി എന്ന് വിളിക്കാം. ഇത് വളരെ വേഗം ഓർത്തിരിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്, കുടുംബശ്രീ എന്ന് ചിന്തിക്കുക. കുടുംബശ്രീ ബേസിക്കലി എന്താണ്? ഒരു മെയ്ട്രിയാർക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, അല്ലെ? അവിടെ തീരുമാനമെടുക്കുന്നത് അമ്മമാരാണ്, സ്ത്രീകളാണ്. ഇൻ സം ഏൻഷ്യന്റ് കൾച്ചേഴ്സ്, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും നമ്മുടെ ചരിത്രമൊക്കെ പിന്നോട്ടങ്ങൾ ചകഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ മെയ്ട്രിയാർക്കിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. യെസ്, ഓക്കെ. ഇൻ സം ഏൻഷ്യന്റ് കൾച്ചേഴ്സ് മെയ്ട്രിയാർക്കി ഗേവ് വിമൻ ദ ഹയസ്റ്റ് സ്റ്റാറ്റസ്. അപ്പൊ മെയ്ട്രിയാർക്കി പല പുരാതന സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്നു. അങ്ങനെ നിലനിന്നിരുന്ന ഒരു സോഷ്യൽ സെറ്റിംഗ്സില് സ്ത്രീകൾക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനമുണ്ടായിരുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ് വേർഡ് അനാർക്കി. അനാർക്കി അനാർക്കി എന്ന് പറഞ്ഞാൽ അന എന്ന് പറഞ്ഞാൽ ആൻ എന്ന് പറഞ്ഞാൽ നോ, ആർക്കി എന്ന് പറഞ്ഞാൽ റൂൾ. നോ റൂൾ, ഭരണമില്ല. എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ ഗവൺമെന്റ്, റൂൾസ് ഓർ ഓർഡർ, ഓഫൻ ലീഡിങ് ടു കെയോസ്. കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ലാത്ത, നിയമങ്ങളില്ലാത്ത, കലുഷിതമായിട്ടുള്ള കലാപ നിറഞ്ഞ ആ ഒരു സാഹചര്യത്തെയാണ് എന്ത് വിളിക്കുക? അനാർക്കി എന്ന് വിളിക്കുക. മലയാളത്തിൽ അരാജകത്വം എന്ന് പറയും. അരാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നിയമമില്ലാത്തൊരവസ്ഥ, അല്ല? അങ്ങനെ ഒരു അവസ്ഥയെ ചിന്തിച്ചു പോയി, എന്തൊരു ഭീകരമായിരിക്കും, അല്ലെ? ആൾക്കാരൊക്കെ തോന്നിയ പോലെ ജീവിക്കില്ലേ? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും എന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ അതേപോലെ ഞാൻ പ്രവർത്തിക്കും, കാരണം എന്നെ ശിക്ഷിക്കാൻ നിയമമില്ല. അരാജകത്വം നമ്മൾ വളരെയേറെ ഭയക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലേ? എന്താണ് പറയുക? ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ ഭയക്കണം? അരാജകത്വത്തെ ഭയക്കണം. ഓക്കെ. ആഫ്റ്റർ ദ വാർ ദ കൺട്രി ഫെൽ ഇൻ ടു അനാർക്കി. അരാജകത്വത്തിലേക്ക് പോയി, അതായത് അവിടെ ഒരു നിയമവാഴ്ച ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. വിത്ത് നോ ലോസ് ഓർ ലീഡേഴ്സ്. ലീഡേഴ്സ് ഇല്ല, നിയമങ്ങളില്ല. അനാർക്കി. അനാർക്കിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1793 ഉണ്ടായ ഫ്രഞ്ച് റവല്യൂഷൻ. അവിടെ കറപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗവൺമെന്റിനെ എന്തുണ്ടാക്കി? ആൾക്കാരെല്ലാം കൂടി തെരുവിലേക്ക് പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയ ആ ഗവൺമെന്റിന്റെ തൂത്തെറിഞ്ഞു. അങ്ങനെ ആദ്യത്തെ അരാജകത്വം. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷൻ തന്നെയാണ്. റൂൾ ഓഫ് റെയിൻ ഓഫ് ടെറർ എന്നാണ് പറഞ്ഞിരുന്നത്. ചരിത്രകാരന്മാർ എങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്? റെയിൻ ഓഫ് ടെറർ എന്നാണ് ഫ്രഞ്ച് റവല്യൂഷനെ, 1793 നടന്ന ഫ്രഞ്ച് റവല്യൂഷനെ വിശേഷിപ്പിച്ചിരുന്നത്. അത്ര ഭയാനകമായിരുന്നു. ഓക്കെ, യെസ്. അപ്പം ആർക്കി എന്നൊരു റൂള്. യെസ്. അപ്പം ഈ ആർക്കി അല്ലെങ്കിൽ ആർക്ക് എന്ന പദം വരുന്നത് ബേസിക്കലി ചീഫ് അല്ലെങ്കിൽ ലീഡർ എന്ന അർത്ഥം വരുന്ന ആർക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണല്ലോ. അതുമായിട്ട് ബന്ധമുള്ള വേറെയും ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആർച്ച് ബിഷപ്പ്. ആർച്ച് ബിഷപ്പ് മെയിൻ ബിഷപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? അല്ലെ ചീഫ്
ബിഷപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ആർച്ച് ബിഷപ്പ് എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മൾ ആർച്ച് എനിമി എന്നും പറയാറുണ്ട്. ആർച്ച് എനിമി, മെയിൻ എനിമി എന്നാണ് കേട്ടോ. പ്രധാന ശത്രുവിനെ എന്ത് വിളിക്കും? ആർച്ച് എനിമി എന്ന് വിളിക്കും. അപ്പൊ ഈ രണ്ട് വേർഡ്സും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. യെസ്. അടുത്ത റൂട്ട് വേർഡ് ഗാമി. നമുക്കൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഗാമി. ഗാമി മീൻസ്, the word gami comes from the Greek word gamos, which means marriage, കല്യാണം അല്ലെങ്കിൽ യൂണിറ്റി എന്നൊക്കെയാണ്. ഗാമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരസ്പരമുള്ള യൂണിറ്റി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം കല്യാണം അല്ലെങ്കിൽ വിവാഹം, മാരേജ് ആണ് ഗാമി. ഇപ്പം ഗാമി ഉൾപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകൾ എപ്പോഴും എന്തിനെ ബന്ധപ്പെട്ടിരിക്കും? വിവാഹത്തെ ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം ഗാമിയിൽ എത്ര വാക്കുകളാണ് നമുക്ക് പരിചയമുള്ളത്. മോണോഗാമി. മോണോഗാമി കേട്ടിട്ടുണ്ടോ? മോണോഗാമി. മോണോഗാമി ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കല്യാണ രീതിയാണ് എന്ത്? മോണോഗാമി എന്നുള്ളത്. മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ, സിംഗിൾ എന്നാണ്. ഗാമി എന്ന് പറഞ്ഞാല് മാരേജ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിംഗിൾ മാരേജ് അല്ലെ വൺ മാരേജ്. അർത്ഥം നോക്കാം. മോണോഗാമി മീൻസ് ബീയിങ് മാരീഡ് ടു ഓൺലി വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മാരേജ് സിസ്റ്റം ഇൻ മെനി കൺട്രീസ്. എല്ലാ രാജ്യങ്ങളിലും പൊതുവായിട്ട് ആളുകൾ അവലംബിക്കുന്ന വിവാഹ രീതിയാണെന്ത്? മോണോഗമി എന്ന് പറയുന്നത്. അതായത് ഒറ്റൊരു പാർട്ണർ, ഒറ്റൊരു ഭാര്യ അല്ലെങ്കിൽ ഒറ്റൊരു ഭർത്താവ്, അറ്റ് എ ടൈം. അതിനെയാണ് എന്ത് പറയുന്നത്? മോണോഗമി എന്ന് പറയുന്നത്. ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം എന്നൊക്കെ മലയാളത്തിൽ പറയും കേട്ടോ. ഒറ്റ പങ്കാളി മാത്രമുള്ള അവസ്ഥയാണെന്ത്? മോണോഗമി എന്ന് പറയുന്നത്. അത്തരം വിവാഹ ബന്ധത്തെ മോണോഗാമസ് എന്നും പറയും. രവി ആൻഡ് മീന ഹാവ് ബീൻ ഹാപ്പിലി ലിവിംഗ് ഇൻ എ മോണോഗമസ് മാരേജ് ഫോർ 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് രവിയും മീനയും ഒരു മോണോഗമസ്, അതായത് അവർക്കിടയിൽ മൂന്നാമതൊരാൾ വന്നില്ല. രവിക്ക് മീനയും മീനയ്ക്ക് രവിയും അവരങ്ങനെ ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം എന്നൊരു സിസ്റ്റം ഫോളോ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഹാപ്പിലി മുന്നോട്ട് പോവുകയാണെന്നാണ് ഈ എക്സാമ്പിൾ സെന്റൻസ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മോണോ ഗമി. ഇനി ബിഗമി. ബൈഗാമി എന്ന് ചിലർ വായിക്കാറുണ്ട്. തെറ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. ബിഗമി എന്നാണ്. ബിഗമി. നമുക്കറിയാം ഈ ബൈ, ബി എന്നൊക്കെ പറയുന്നത് എന്താണ് ഇംഗ്ലീഷില്? ഡുവൽ എന്നാണ് അല്ലെ, ടു എന്നാണ്, രണ്ട് എന്നാണ്. നമുക്കറിയാം ബൈസെക്ഷൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. യെസ്. ബൈലിംഗ്വൽ, ബൈസെക്ഷൽ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. ബൈ എന്ന് പറഞ്ഞാൽ ടു ആണ്. ടു മാരേജസ് എന്നാണ് കേട്ടോ. ബേസിക്കലി ഇതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ടു മാരേജസ്. ഇവിടെ നോക്കിയേ, ബൈഗമി, സോറി ഞാനും തെറ്റിച്ച് വായിച്ചല്ലേ. ബിഗമി is when someone marries another person while still being married without divorce, and it is illegal in most places. ഇപ്പം ബിഗമി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒഫൻസ് ആണ്. അതെന്തുകൊണ്ട് ഒരു ഒഫൻസ് ആവുമെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വിവാഹം എന്ന് പറയുന്നത് അത് ലീഗലി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് അല്ലെ നിയമപരമായിട്ട് അതൊരു ഉടമ്പടിയാണ്. മറ്റൊരാളുമായിട്ട് വേറൊരാൾ നടത്തുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള അല്ലെ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പൊ അത് വേറെ ആ ഒരു ബന്ധത്തെ അവസാനിപ്പിക്കണമെങ്കിൽ ലീഗലായിട്ട് തന്നെ ഒരു ഡിവോഴ്സ് വാങ്ങിയിട്ട് അവസാനിപ്പിക്കണം. അല്ലാതെ നിയമപരമായിട്ട് വേറൊരാളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഇരിക്കെ തന്നെ പിന്നെയും പോയി കല്യാണം കഴിക്കുന്ന പരിപാടിനെയാണ് എന്ത് പറയാ? ബിഗമി എന്ന് പറയാം. ഇവിടെ നോക്കിയേ, the man was arrested for bigamy after his first wife found out about his second marriage. ഓക്കെ, ഈ ചേട്ടൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഈ ചേട്ടൻ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി വേറൊരു കല്യാണം കഴിച്ചു. പക്ഷെ പുള്ളി ഓൾറെഡി മാരീഡ് ആയിരുന്നു വേറൊരു ചേച്ചിയുമായിട്ട്. അപ്പൊ ആ ചേച്ചി കുറച്ച് സ്മാർട്ട് ആയതുകൊണ്ട് ആ ചേട്ടന്റെ രണ്ടാമത്തെ കല്യാണ കാര്യം പുള്ളിക്കാരത്തിന് നൈസായിട്ട് പൊക്കി. പുള്ളി ഇപ്പൊ എവിടെയാണ്? ജയിലിലും എത്തി.
അതാണ് പറയുന്നത് കേട്ടോ. ബിഗമി എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ്. ലീഗലി മാരീഡ് ആയിട്ടിരിക്കുന്ന ഒരാളുമായിട്ട് മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളുമായിട്ട് വിവാഹബന്ധം വെച്ചു പുലർത്തുന്നതിനെയാണ് ബിഗമി എന്ന് പറയാം കേട്ടോ. അപ്പൊ ആ ഒരു ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് പോളിഗമി. പോളിഗ്ലോട്ട് അല്ലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരാളാണ്. വാട്ട് ഈസ് പോളിഗമി? പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്. മെനി. ഗാമി അറിയാലോ, മാരേജ് ആണ്. ഗാമോസ് എന്ന പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മെനി മാരേജസ്. പോളിഗമി is a marriage system where a person, usually a man, എന്ന് കരുതി പുരുഷന്മാർക്ക് മാത്രമല്ല പോളിഗമി എന്ന ഈ ടേം ഉപയോഗിക്കുന്നത്, സ്ത്രീകൾക്കും ഉപയോഗിക്കും. പക്ഷെ യൂഷ്വലി പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുന്നത്. has more than one wife at the same time. more than one husband എന്നും പറയും കേട്ടോ. പുരുഷന്മാർക്കാണ് പൊതുവെ ഉപയോഗിക്കുന്നെങ്കിൽ സ്ത്രീകൾക്കും പറയും. അത് ഒരേ സമയം തന്നെ ഒരുപാട് ഭാര്യമാരുള്ള അല്ലെങ്കിൽ ഒരുപാട് ഭർത്താക്കന്മാരുള്ള അവസ്ഥയാണ് എന്ത് പറയാ, പോളിഗമി എന്ന് പറയാം. മലയാളത്തിൽ ബഹുഭാര്യത്വം എന്നും അല്ലെ ബഹുഭർത്തൃത്വം എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവുക. ഒരാൾക്ക് തന്നെ 1, 2, 3, 4, 5 ഭർത്താക്കന്മാരുണ്ട്, 5 ഭാര്യമാരുണ്ടാകുക. അതിനെയാണ് പോളിഗമി എന്ന് പറയുന്നത്. സം ഓൾഡ് കിങ്സ് പ്രാക്ടീസ്ഡ് പോളിഗമി. ചില പഴയ രാജാക്കന്മാര് ഈ പോളിഗമിയുടെ ആൾക്കാരായിരുന്നു കേട്ടോ. ആൻഡ് ഹാഡ് സെവറൽ വൈഫ്സ് ഇൻ ദെയർ പാലസ്. അവരുടെ കൊട്ടാരത്തില് 1 അല്ല 2 അല്ല ചിലപ്പം 10-500 ഭാര്യമാരൊക്കെ കാണുമായിരുന്നു ചില രാജാക്കന്മാർക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് സോളമൻ രാജാവ്, കിങ് സോളമൻ അല്ലെ, ഇസ്രായേലിന്റെ രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം ബൈബിളിലൊക്കെ പറയുന്ന പ്രകാരം സോളമന്റെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ പലരും. 700ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ സോളമന്. യെസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയാ, അയ്യോ പേര് മറന്നുപോയി. ഓക്കെ, പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം, പേര് മറന്നുപോയി. ഒരു റൂളർ ഉണ്ടായിരുന്നു ഈ പോളിഗാമിയിൽ വിദഗ്ധനായിട്ടുള്ള ഒരു റൂളർ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ബ്രിട്ടൻ ഭരിച്ച ഒരു രാജാവായിരുന്നു. യെസ്, ഓക്കെ, യെസ്, മറവി സാധാരണമാണല്ലോ. നെക്സ്റ്റ് വേർഡ് എൻഡോഗമി. എൻഡോഗമി ഇവിടുന്ന് തന്നെ മീനിങ് കണ്ടുപിടിക്കാം. എൻഡോ എന്ന് പറഞ്ഞാല് ഇൻസൈഡ് എന്നാണ്. ഗമി അറിയാലോ, മാരേജ്. ഇൻസൈഡ് മാരേജ്, മാരേജിന്റെ ഉള്ളിൽ നിന്നല്ല, ഉള്ളിലുള്ള മാരേജ് എന്നാണ് അർത്ഥം. എൻഡോഗമി ഈസ് വെൻ പീപ്പിൾ മാരി വിത്തിൻ their own community, religion or caste, often due to tradition. ട്രഡീഷന്റെ ഒക്കെ ഭാഗമായിട്ട് സ്വജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിനെയാണ് എന്ത് പറയാ, എൻഡോഗമി. അതൊരു പക്ഷേ സ്വന്തം മതത്തിനുള്ളിൽ നിന്നായിരിക്കാം, അല്ലെ സ്വന്തം ജാതി അല്ലെ സ്വന്തം സമുദായത്തിനുള്ളിൽ. അതായത് പുറത്തവര് കല്യാണം കഴിക്കില്ല. എൻഡോഗമി എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ക്നാനായ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവര് ഈ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവരങ്ങനെ പുറത്തുനിന്നുള്ള അവരുടെ കമ്മ്യൂണിറ്റിയിലല്ലാത്ത ആൾക്കാരുമായിട്ട് പൊതുവെ അങ്ങനെ സ്വീകരിക്കാറുണ്ട്. എന്നാലും പൊതുവെ അവർ വിവാഹ ബന്ധത്തിന് മുതിരാറില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ അവർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാറുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പ്രിയാസ് പാരന്റ്സ് wanted her to follow endogamy and marry someone from their own caste. ഇപ്പം പ്രിയയുടെ പാരന്റ്സ് അവളെ ഫോഴ്സ് ചെയ്യായിരുന്നു. എന്തിന്? അവളുടെ ആ ഒരു ജാതിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അവിടുന്ന് ഒരു ചെറുക്കനെ തന്നെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി, അഥവാ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുമായിരുന്നു. ഓക്കെ, അപ്പം എൻഡോഗമി ഈ ഒരു വാക്കിന് എന്തായാലും ഓപ്പോസിറ്റ് ഇല്ലേ? എല്ലാരും ഇപ്പൊ സ്വജാതിന്ന് മാത്രമല്ലല്ലോ, പുറത്തൊന്നും കല്യാണം കഴിക്കുന്നവര് ധാരാളം പേരില്ലേ? യെസ്, എക്സോഗമി. എക്സോഗമി, എക്സോ എന്ന് പറഞ്ഞ ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് മാരേജ്, പുറത്തുനിന്നുള്ള കല്യാണം. എക്സോഗമി ഈസ് വെൻ someone chooses to marry outside their community or group, often promoting social unity. അതായത് ഒരാള് സ്വജാതിയിൽ നിന്നല്ലാതെ അന്യ സമുദായത്തിൽ നിന്നല്ല, അന്യമതത്തിൽ നിന്ന്, അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനെയാണ് എക്സോഗമി. ആ പ്രാക്ടീസിനെ എന്ത് വിളിക്കും? എക്സോ
ഗമി, എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എന്ന് ചിന്തിക്കുക. റോഹൻ മാരീഡ് എ ഗേൾ ഫ്രം എ ഡിഫറെന്റ് റിലിജിയൻ. റോഹൻ എന്ത് ചെയ്തു? എല്ലാവരും അവനവന്റെ മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ റോഹൻ വളരെ വ്യത്യസ്തമായിട്ട് പുറത്തുനിന്നുള്ള ഒരു മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അതുകൊണ്ട് തന്നെ സോ ദെയർ മാരേജ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സോഗമി. അതുകൊണ്ട് തന്നെ അവരുടെ മാരേജ് എന്തിന്റെ ഉദാഹരണമാണ്? എക്സോഗമിയുടെ ഉദാഹരണമാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത വേർഡിലേക്ക് പോവാം. കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് റൂട്ട് വേർഡ് മോറ്, മോറി, മോർട്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഇംഗ്ലീഷ് വാക്കുകളില്ലേ, ഇതിന്റെ ഒക്കെ ഉത്ഭവം എന്ന് പറയുന്നത് മോർത്തിസ്, ഉത്ഭവം മോർത്തിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. എന്താണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം? മോർത്തിസ്, ഡെത്ത് എന്നാണ് കേട്ടോ, ഡെത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോറ്, മോറി, മോർട്ട് ഇതിലൊക്കെ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? ഡെത്തുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ വാക്കുകളാണ് ഈ പറഞ്ഞ റൂട്ട് വേർഡ്സുമായിട്ട് ബന്ധമുള്ളതെന്ന്. ഓക്കെ, മോർട്ടൽ. ആരെയാണ് മോർട്ടൽ എന്ന് വിളിക്കാൻ പറ്റുക? നമ്മളെല്ലാവരും മോർട്ടൽസ് ആണ്. പറയാൻ കാരണം someone or something that is not permanent and will die one day. അതായത് ഒരു ദിവസം മരിക്കും എന്നുറപ്പുള്ള ആൾക്കാരില്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അല്ലേ? നശ്വരമായ ആൾക്കാരല്ലേ നമ്മൾ ഓരോരുത്തരും? ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. മരണം നമ്മളെങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുന്നതല്ല, ഇറ്റ്സ് എ ഫാക്ട് അല്ലേ? ഇതൊരു റിയാലിറ്റിയാണ്, അതൊരു വലിയൊരു തത്വചിന്തയാണ്. മരണം അവൈറ്റിംഗ് ആണെന്നുള്ളത്. ഓക്കെ, മോർട്ടൽ എന്ന് പറഞ്ഞാൽ മർത്യൻ എന്നാണ്. മർത്യൻ അഥവാ മരണമുള്ളവൻ, മരണമുള്ളവൻ. മരണമുള്ളവൻ. ഓക്കെ, ഹ്യൂമൻസ് ആർ മോർട്ടൽ. മനുഷ്യന്മാരെല്ലാവരും മോർട്ടൽ ആണ്. ഇതിനൊരു എക്സെപ്ഷൻ എന്ന വണ്ണം ആരും തന്നെ ഇതുവരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. വി ഓൾ ഹാവ് ടു ഫേസ് ഡെത്ത് സം ഡേ. ഞാൻ ഒരു തവണ പറഞ്ഞ് നിങ്ങളെ ഗ്ലൂമി ആക്കിയ ഒരു കാര്യമായതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ എന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞ റൂട്ട് വേർഡ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു വാക്കാണ് ഇമ്മോർട്ടൽ. അതായത് മോർട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഇമ്മോർട്ടൽ, മരണമില്ലാത്ത. നമ്മള് ചിരഞ്ജീവി എന്നൊക്കെ പറയും. നമ്മുടെ തെലുങ്ക് ആക്ടർ ചിരഞ്ജീവി അല്ല, അത് വേറെ ആള്. ഇത് ചിരഞ്ജീവി, മരണമില്ലാത്ത. മഹാഭാരത കഥയില് അശ്വത്ഥാത്മാവ് ഇതുപോലെ നീ മരണമില്ലാതായി തീരട്ടെ എന്ന് പറഞ്ഞൊരു ശാപം പേറിക്കൊണ്ട് ചിരഞ്ജീവിയായിട്ട് ഇപ്പോഴും അലയുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം അല്ലെ? മഹാഭാരതത്തിൽ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമില്ലാത്ത, മരണമില്ലാത്ത. someone or something that will never die or live forever. എക്കാലവും ജീവിക്കുന്ന. ഓക്കെ, in stories gods are often shown as immortal beings who never grow old. സാധാരണ ഗ്രീക്ക് കഥകളിലും അതുപോലെ നാടോടി കഥകളിലൊക്കെ ദൈവങ്ങളെ എന്തായിട്ടാ കാണിക്കുന്നത്? ഇമ്മോർട്ടൽ ആയിട്ടാണ് അല്ലെ? ദൈവങ്ങളെ ദൈവത്തിന് മരണമുണ്ടെന്നോ? ഇല്ല, ദൈവത്തിന് മരണമില്ല അല്ലെ? നിത്യജീവനുള്ള ഒരാളാണെന്നാണ് പൊതുവെയുള്ള ഒരു സങ്കല്പം. ഗോഡ്സ് ഓക്കെ, അതൊക്കെ എന്താണ്? ഇമ്മോർട്ടൽ ആണെന്നാണ് പറയുന്നത്. യെസ്. മോർബിഡ്. മോർബിഡ് എന്നത് മോർബിഡിന്റെ അർത്ഥം അനാരോഗ്യകരമായ എന്നാണ്. The word morbid is used to describe an unhealthy or unusual interest. ഏതില? ഒരു അനാരോഗ്യകരമായ അസാധാരണമായിട്ടുള്ള ഇൻട്രസ്റ്റിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? മോർബിഡ്. ഏത് കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് പോയി കിടക്കുന്നതെന്ന് നോക്കിയേ. മരണം, അല്ലെങ്കിൽ എന്താണ് പറയുക, രോഗങ്ങള്, അല്ലെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്ന
ചില പ്രത്യേക സബ്ജക്റ്റുകളില്ലേ നമ്മളൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ, അപ്പൊ അതിലുള്ള അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ആ ഒരു താല്പര്യത്തെയാണ് എന്ത് വിളിക്കുന്നത്, മോർബിഡ് എന്ന് വിളിക്കുന്നത്. അനാരോഗ്യകരമായ അല്ലെങ്കിൽ ശോകകരമായ എന്നൊക്കെയാണ്, ശോകമായ എന്നൊക്കെയാണ് ഈ മോർബിഡിന്റെ അർത്ഥം. ഇറ്റ് ഓഫൺ റെഫേഴ്സ് ടു പീപ്പിൾ ഹു ആർ ടു ഫോക്കസ്ഡ് ഓൺ ഡാർക്ക് ഓർ ഡിപ്രസിംഗ് ടോപ്പിക്സ്. അതുപോലെ ടോപ്പിക്സ് വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന, അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയും ഈ മോർബിഡ് എന്ന് വിളിക്കാറുണ്ട്. മോർബിഡ് ചിന്താഗതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. രാഹുൽ ഓൾവേസ് ടോക്ക് അബൌട്ട് ആക്സിഡന്റ്സ് ആൻഡ് സ്കാരി ഡെത്ത്സ്. ഹിസ് ഫ്രണ്ട്സ് സേ ഹി ഹാസ് എ മോർബിഡ് വേ ഓഫ് തിങ്കിങ്. അപ്പൊ ഇവൻ എപ്പോഴും ഈ ആക്സിഡന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പെടുമരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഈ രാഹുലിന്റെ ഫ്രണ്ട്സ് എന്താ പറയുന്നത്, അവൻ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവൻ ചിന്തിക്കുന്നത് വളരെ മോർബിഡ് ആയിട്ടുള്ള രീതിയിലാണ്. ഈ മറ്റൊരു വാക്കുണ്ട്, ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്നിട്ട് നമ്മൾ അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അല്ലെ, അതിന്റെ ഒരു ഭീകരത നേരിട്ട് കണ്ടതാണ് ന്യൂസ് ചാനലിലൊക്കെ. അപ്പം ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ആ ദുരന്തം നടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുമായിരുന്നു. അതും ഇത്തരത്തിലുള്ള ഒരു മോർബിഡ് ഇൻട്രസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ അപകടം നടന്ന സ്ഥലങ്ങൾ പിന്നീട് വീണ്ടും വിസിറ്റ് ചെയ്യുന്നതിനെ, അത്തരത്തിലുള്ള ആ ഒരു പ്രവൃത്തിയെ ബ്ലാക്ക് ടൂറിസം എന്നാണ് പറയാ. എന്താ പറയാ, ബ്ലാക്ക് ടൂറിസം അല്ലെങ്കിൽ മോർബിഡ് ടൂറിസം എന്നും പറയാറുണ്ട്. അപ്പൊ പല രാജ്യങ്ങളിലും അത് ഗവൺമെന്റ് തന്നെ പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്, ഈ ബ്ലാക്ക് ടൂറിസം എന്ന് പറയുന്നത്. ചില പ്രത്യേക എന്താണ് പറയാ, വളരെ ദാരുണമായിട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള ചില മേഖലകളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില മേഖലകളിൽ അത് എന്താണ് പറയാ, വളരെ എന്താണ് പറയാ, ഔചിത്യമില്ലാത്തൊരു പരിപാടിയായിട്ട് കാണുന്നുണ്ട് ബ്ലാക്ക് ടൂറിസം അഥവാ മോർബിഡ് ടൂറിസം എന്നുള്ളത്. ഓക്കെ, റിഗർ മോർട്ടിസ്. റിഗർ എന്ന് പറഞ്ഞാൽ റിജിഡ് എന്നാണ്, സ്റ്റിഫ്നെസ് എന്ന് പറയാം, റിജിഡ്. മോർട്ടിസ് അറിയാലോ, ഡെത്ത്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബലമുള്ള അല്ലെ, ഫ്ലെക്സിബിൾ അല്ലാത്ത എന്നാണ് റിജിഡിന്റെ. അപ്പൊ അതൊരു കണ്ടീഷനാണ് ബേസിക്കലി. റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ടേം ആണ്. എ കണ്ടീഷൻ വേർ എ ഡെഡ് ബോഡി ബിക്കംസ് സ്റ്റിഫ് ആഫ്റ്റർ ഡെത്ത്. നമുക്കറിയാം നമ്മുടെ മരണശേഷം നമ്മുടെ മസിൽസ് അതേപോലെ ജോയിന്റ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ നിൽക്കും അല്ലെ. അതുകൊണ്ടാണ് ഈ കണ്ണൊക്കെ വേഗം തിരുമി അടയ്ക്കുന്നത്, ഇല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെയാണെങ്കിൽ ഒരു മരണശേഷം ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ തന്നെ ഇരിക്കും, താത്താൻ പറ്റില്ല പിന്നെ. കാരണം എന്തുകൊണ്ട്, ഈ റിഗർ മോർട്ടിസ് സംഭവിക്കുന്നത് കൊണ്ടാണ്. മരിച്ചു കഴിഞ്ഞ ഏകദേശം 2 അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ റിഗർ മോർട്ടിസ് എന്ന പ്രക്രിയ നമ്മുടെ ബോഡിയിൽ സംഭവിക്കാൻ തുടങ്ങും. യെസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഫോറൻസിക് സർജന്മാര് സംസാരിക്കുന്നതൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് പറയാ, വളരെ കൗതുകമുള്ള, നമുക്കൊന്നും അറിയാത്ത മേഖലകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കാണുക കേട്ടോ. അല്ലാതെ നമ്മുടെ എന്താണ് പറയാ, ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂസ് മാത്രം കണ്ടാൽ പോരാ, അതും കാണണം. പക്ഷെ സമയം കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞ കാര്യങ്ങൾ കൂടി സംസാരിക്കപ്പെടുന്ന ഇന്റർവ്യൂസ് കൂടി കാണണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ദ പോലീസ് നോട്ടഡ് റിഗർ മോർട്ടിസ് വിച്ച് ഹെൽപ്ഡ് എസ്റ്റിമേറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. അപ്പം ഈ ഫോറൻസിക് സർജന്മാര് പോസ്റ്റ് മോർട്ടം ചെയ്യുമ്പം അവർ നോക്കുന്നത് ഈ റിഗർ മോർട്ടിസ് ആണ്. അപ്പൊ ആ റിഗർ മോർട്ടിസ് അനലൈസ് ചെയ്യുമ്പം ഏകദേശം ഏത് സമയത്താണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്ന് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഏകദേശ സമയം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോസ്റ്റ് മോർട്ടം. ഈ മോർട്ടം എന്ന വാക്കിന്റെ അർത്ഥം ഡെത്ത് എന്ന് തന്നെയാണ്. പോസ്റ്റ് എന്നുള്ളത് ലാറ്റിനിൽ ആഫ്റ്റർ എന്നാണ് അർത്ഥം, ആഫ്റ്റർ ഡെത്ത്. അപ്പൊ പോസ്റ്റ് മോർട്ടം ശരിക്കും അതിന്റെ റൂട്ട് വേർഡിന്റെ മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഡെത്ത് എന്നാണ്. ഇത് എ ആണ്, ഡബ്ല്യു പോലെ തോന്നുന്നുണ്ട്, എ ആണ്. ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം എന്നാണ് പോസ്റ്റ് മോർട്ടം എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. മോർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു പ്രിപ്പയർസ് ഡെഡ് ബോഡീസ് ഫോർ ഫ്യൂണറൽസ്. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം എന്നാണ്. അതായത് ശവസംസ്കാരത്തിനും പിന്നീടുള്ള മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ
ഡെഡ് ബോഡിയെ ഒരുക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ആളെയാണ് എന്ത് പറയാ, മോർട്ടീഷ്യൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇല്ല. US പോയാൽ നമുക്ക് ഇത്തരത്തിലുള്ള മോർട്ടീഷ്യൻ അവർക്ക് പ്രത്യേകം എന്താണ് പറയാ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഔപചാരികമായിട്ട് ക്രമപ്പെടുത്തുന്ന ആളാണ്. ഓക്കെ, ദ മോർട്ടീഷ്യൻ അറേഞ്ച്ഡ് എവ്രിതിങ് ഫോർ ദ ഫ്യൂണറൽ. സംസ്കാരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? A to Z കാര്യങ്ങൾ ആര് ചെയ്തു? മോർട്ടീഷ്യൻ ചെയ്തു. യെസ്, അപ്പൊ അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്ന ആളെയാണ്, ഒരുക്കുന്ന ആളെയാണ് എന്ത് പറയാ, മോർട്ടീഷ്യൻ എന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത റൂട്ട് വേർഡ് ബെനെ. ബെനെ ബെനെ എന്താണ് ബെനെ എന്ന വാക്കിന്റെ അർത്ഥം? ബെനെ ബെനെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഒരു ലാറ്റിനിലെ ഒരു പദമാണ്. ദിസ് കംസ് ഫ്രം ലാറ്റിൻ, മീൻസ് ഗുഡ് എന്നാണ്. ഗുഡ് 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 നല്ലതെന്നാണ് ബെനെ എന്ന വാക്കിന്റെ അർത്ഥം. ലാറ്റിനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ബെനെ ഗുഡ്. അപ്പം ബെനെ ഉൾപ്പെട്ട വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥങ്ങൾ കൺവേ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ നോക്കിയാലോ? ഓക്കെ, ഓൺ ടു ദി സ്ക്രീൻ. ബെനഫിറ്റ്. ബെനഫിറ്റ് ബെനഫിറ്റിന്റെ അർത്ഥം എന്താണ്? ഗുണം എന്നാണ് അല്ലെ? ഗുണം അല്ലെങ്കിൽ നേട്ടം എന്നൊക്കെയാണ്. Benefit, something that is good for you or gives you an advantage or help. ഒരു സഹായം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് തരുന്നതിനെ എന്ത് പറയും? ഒരു ബെനിഫിറ്റ് ആണെന്ന് പറയും. അതൊരു ഗുണം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. റെഗുലർ എക്സസൈസ് ഹാസ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ് ലൈക്ക് ബെറ്റർ സ്ലീപ്പ് ആൻഡ് മോർ എനർജി. നിത്യം വ്യായാമം ചെയ്യുന്നത് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്? എന്തൊക്കെ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്? നല്ല ഉറക്കം കിട്ടും, അതുപോലെ നല്ല എനർജിയും കിട്ടും. ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഗുണം എന്നാണ്. ഇറ്റ്സ് എ പോസിറ്റീവ്, ഇറ്റ് ഹാസ് എ പോസിറ്റീവ് മീനിങ്. ബെനവലന്റ്. ബെനവലന്റ് ബെനെ എന്ന് പറഞ്ഞ ഗുഡ് എന്നാണ്, അറിയാലോ. വോളണ്ട് എന്ന വാക്ക് ആക്ച്വലി വീൽ എന്നാണ് അത് വായിക്കുക. ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് ടു വിഷ് എന്നാണ് അതിന്റെ അർത്ഥം. ടു വിഷ്, വെൽ വിഷർ, ഗുഡ് വിഷർ, ഗുഡ് വിഷിംഗ്. യെസ്, ഉദാരമതി എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഉദാരമതി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ജനറസ് എന്ന് പറയും. ബെനവലന്റ്, അതായത് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ തയ്യാറുള്ള ആൾക്കാരെയാണ് എന്ത് പറയാ, ബെനവലന്റ് എന്ന് വിളിക്കുക. ബീയിങ് കൈൻഡ്, ജനറസ് ആൻഡ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാൻ കൊതിക്കുന്ന, വെമ്പുന്ന, റെഡി ആയിട്ടുള്ള ആൾക്കാർ, അവരെ നമുക്ക് എന്ത് വിളിക്കാം? ബെനവലന്റ് എന്ന് വിളിക്കാം. ദ ബെനവലന്റ് ഓൾഡ് മാൻ ഡൊണേറ്റഡ് മണി ടു ഹെൽപ്പ് പുവർ ചിൽഡ്രൻ ഗോ ടു സ്കൂൾ. പാവപ്പെട്ട കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടി വളരെ ഉദാരമതിയായിട്ടുള്ള ആ പ്രായം ചെന്ന മനുഷ്യൻ എന്ത് ചെയ്തു? പൈസ ദാനം ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ സഹായിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ബെനവലന്റ് എന്ന് വിളിക്കാം. അപ്പൊ അത് വന്നിരിക്കുന്ന റൂട്ട് വേർഡ് കൃത്യമായോ? Yes. Next word, benefactor. Benefactor, ഉപകാരി എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഉപകാരി, അതായത് ഉപകാരം ചെയ്യുന്ന ആള്. A person who gives money or support to help someone or a good cause. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കുന്ന, പ്രത്യേകിച്ച് പണം കൊണ്ടൊക്കെ ഫിനാൻഷ്യലി ഒക്കെ സഹായിക്കുന്ന ആൾക്കാരെയാണെന്ന് പറയാ, ആളെയാണെന്ന് പറയാ ബെനഫാക്ടർ. മലയാളത്തിൽ എന്ത് പറയും? ഉപകാരി എന്ന് പറയും. The school was able to buy a new computer, to buy new computers thanks to a benefactor who donated 1 lakh. ഒരു ബെനഫാക്ടർ, ഒരു ഉപകാരി 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ സ്കൂളിന് എന്ത് വാങ്ങാൻ പറ്റി? കുറച്ച് പുതിയ കമ്പ്യൂട്ടേഴ്സ് വാങ്ങാൻ പറ്റി. അപ്പൊ അത് അങ്ങനെ ഒരു ഉപകാരി ഉണ്ടായത് കൊണ്ടാണ് അല്ലേ. അങ്ങനെ ധാരാളം ഉപകാരികളുണ്ട്.
പുറത്ത് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ധാരാളം സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം നന്മയുള്ള മനുഷ്യന്മാർ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ഇത്ര സ്മൂത്ത് ആയിട്ട് മുൻപോട്ട് പോകുന്നത് കേട്ടോ. അപ്പം അവരെ പോലെ നന്മയുള്ളവരായി മാറുക. ഓക്കെ, ബെനഫാക്ടേഴ്സ് ആയിട്ട് നമ്മളും മാറുക. യെസ്, ബെനഡിക്ഷൻ. ബെനഡിക്ഷൻ, ബെനഡിക്റ്റ് എന്നൊരു പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബെനഡിക്റ്റ്, പോപ്പ് ബെനഡിക്റ്റ് 16 എന്നൊക്കെ ഒരുപക്ഷെ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം വായിച്ചു കാണുമായിരിക്കും. യെസ്, ബെനഡിക്ഷൻ. വാട്ട് ഈസ് ബെനഡിക്ഷൻ? എ ബ്ലെസ്സിങ് or kind of prayer or kind prayer, especially at the end of a religious ceremony. അതായത് ഇപ്പൊ പ്രാർത്ഥന, ഇപ്പൊ പള്ളിയിലൊക്കെ ആണെങ്കിൽ അല്ല അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുത്തെ പൂജാരി അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? ആശീർവദിക്കും അല്ലെ, ബ്ലസ് ചെയ്യും. അപ്പൊ ആശീർവാദത്തിനാണ് എന്ത് പറയാ? ബെനഡിക്ഷൻ എന്ന് പറയാം. ആശീർവാദമാണ് കേട്ടോ, ആശീർവാദം അല്ലെ അനുഗ്രഹം എന്നൊക്കെ പറയും. അനുഗ്രഹം. Okay, a blessing or kind of. The priest gave a benediction and wished peace for everyone before they left the church. പള്ളിയിൽ വന്ന ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ പുരോഹിതൻ എന്ത് കൊടുത്തു? ഒരു ആശീർവാദം കൊടുത്തു. അപ്പം സമാധാനം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ബെനഡിക്ഷൻ ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ബെനിഫിഷ്യറി. നമ്മുടെ ഏറ്റവും അവസാനത്തെ വേർഡാണ് ബെനഫിഷ്യറി. ബെനഫിഷ്യറിന്റെ അർത്ഥം ഗുണഭോക്താവാണ്. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്ലാൻ എടുക്കുമ്പോൾ നോമിനി ആയിട്ട് ബെനിഫിഷ്യറി ആയിട്ട് ഒരാളെ വെക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ബെനിഫിഷ്യറി എന്ന വാക്കിന്റെ അർത്ഥം? ഗുണഭോക്താവ് എന്നാണ്. എ പേഴ്സൺ ഹു റിസീവ്സ് ഹെൽപ്പ്, മണി ഓർ ഗിഫ്റ്റ്സ് എസ്പെഷ്യലി ഫ്രം എ വിൽ ഓർ ആൻ ഇൻഷുറൻസ് പോളിസി. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഒരു വിൽ പത്രത്തിൽ നിന്നൊക്കെ അതിന്റെ പൈസയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നേടുന്ന ആളെയാണ് ബെനിഫിഷ്യറി എന്ന് പറയാം. ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ പാസ്ഡ് അവേ, നേഹ ബിക്കെയിം ദ ബെനിഫിഷ്യറി ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ? ഓക്കെ, ഗ്രാൻഡ് ഫാദർ പാസ്ഡ് അവേ ബിക്കെയിം ബെനിഫിഷ്യറി ഓഫ് ഹിസ് ലൈഫ് ഇൻഷുറൻസ്. ഗ്രാൻഡ് ഫാദറിന് അദ്ദേഹം നല്ല കാലത്തൊരു ലൈഫ് ഇൻഷുറൻസിന് ചേർന്നിരുന്നു. അപ്പം അദ്ദേഹം പരലോകത്തേക്ക് പോയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോ നേഹ കൊച്ചുമകള് ബെനിഫിഷ്യറി ആയി മാറി. ദാറ്റ് മീൻസ് അതിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്ന ആർക്കാണ്? നേഹയ്ക്കാണ്. അപ്പാപ്പൻ പോയല്ലോ, അപ്പാപ്പന് പകരം ആർക്ക് കിട്ടും? നേഹയ്ക്ക് കിട്ടും. ഓക്കെ, ബെനിഫിഷ്യറി. ഓക്കെ, അതോടുകൂടി നമ്മുടെ അവസാനത്തെ വേർഡും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. റൂട്ട് വേർഡിനെ അല്ലെ, റൂട്ട് വേർഡിന് മീനിങ് കണ്ടെത്തിയിട്ട് എങ്ങനെ മറ്റു വാക്കുകളുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഈ രീതിയിൽ തന്നെ മറ്റുള്ള റൂട്ട് വേർഡ്സും ഇങ്ങനെ പഠിച്ചു പോവുക. അങ്ങനെ പഠിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വേർഡ് ആണെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള റൂട്ട് വേർഡ്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ എന്താവും? കേപ്പബിൾ ആവും. ഓക്കെ, അപ്പം അത് ആ ഒരു രീതി പിന്തുടരുക. അപ്പം വളരെ സിസ്റ്റമാറ്റിക് തന്നെയായിട്ട് വൊക്കാബുലറി പഠനം മുന്നോട്ട് പോകട്ടെ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു.